ഹലോ, ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പം കുറേ ദിവസമായി നമ്മുടെ വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന ചെടി മാറ്റിയിട്ടില്ലായിരുന്നേ. അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് കരുതി. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. ഇപ്പം വീഡിയോ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ നിറച്ചങ്ങോട്ട് വെള്ളം ഒഴിച്ച് വെക്കത്തില്ല. കാരണം ഇത് പൊക്കിയെടുത്ത് മാറ്റി വെക്കുമ്പോഴേ പൊട്ടിപ്പോകുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിറയ്ക്കുന്നില്ല, പകുതി മുക്കാൽ അങ്ങനെ ആക്കി നിർത്തുവാണേ. അതാണ് അതിൻ്റെ ഒരു ഭംഗി. എനിക്ക് തോന്നുന്നു അതൊക്കെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇപ്പം തന്നെ നോക്കി എന്ത് രസമാണ് അത്, കല്ല് കിടക്കുന്നതും കുമ്പളകൾ ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെ. ഇതൊക്കെ ശരിക്കും നമ്മുടെ എന്താ ഒരു ടൈം പാസ്. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു സമയം പോക്ക്. ശരിക്കും പറഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കുമ്പോഴെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ഓരോ പണിയുടെ ഇടയിൽ നമുക്കൊരു സന്തോഷം തരുന്ന ജോലി ഇതൊക്കെ ആയിരിക്കും പലർക്കും. ഈ ചെടികളെ പരിപാലിക്കുന്നതും വീട്ടിൽ കൃഷി ചെറിയ ചെറിയ കൃഷി ചെയ്യുന്നതും പിന്നെ ചെടിയിൽ ചെറിയ ചെറിയ പൂമുട്ടുകൾ വരുന്നതും ഒക്കെ ആയിരിക്കും പല തിരക്കുകളുള്ള വലിയ വലിയ ജോലിയുള്ള നല്ല ജോലിയുള്ളവരും ഓഫീസിലൊക്കെ പോകുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു എന്നാ പറയുന്നത്, ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നത് ഇങ്ങനെ വീട്ടിൽ ചെടികൾ വെക്കുന്നതും ഒക്കെ ആയിരിക്കും കേട്ടോ. അത് എത്ര ക്ഷീണിച്ചിരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മനസ്സിൻ്റെ സന്തോഷം. ഇതൊക്കെ മനസ്സിൻ്റെ സന്തോഷം കേട്ടോ. മനസ്സിനെ വേറെ വിഷമിച്ചിരിക്കുന്ന മനസ്സിനെ വേറെ ദിശയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നല്ലതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ പാചകം ചെയ്തും പാത്രം കഴുകി നിന്നാൽ നമുക്ക് ഈ ഒരു സന്തോഷം കിട്ടുമോ? കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്യുമ്പോൾ മനസ്സിനെന്തെന്നില്ലാത്തൊരു സന്തോഷം കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ വാഷ് ബേസിൻ്റെ ഒരു മൂലയ്ക്കാണ് ഞാൻ ഈ നമ്മുടെ ബൗൾ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് അത് നിൽക്കുന്നത് കാണാൻ കേട്ടോ. വീഡിയോ എനിക്ക് കറക്റ്റായിട്ട് ഇത് രാത്രിയിലാണ് ഞാനിത് എടുത്തേക്കുന്നത്. അത് കാരണം കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്നറിയാൻ പറ്റുന്നില്ല. നല്ല ഭംഗിയാണ് ഇത് ഇരിക്കുന്നത് കാണാൻ. കല്ലുകളും ഈ കല്ലുകളൊക്കെ കുറേ അങ്ങ് മേടിച്ച് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ മേടിക്കാറുള്ളൂ ഞാൻ. കാരണം വേറൊന്നുമല്ല, ഞാനിങ്ങനെ ചെടിച്ചട്ടിയിലൊന്നും ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ ചെടിച്ചട്ടി വെക്കുമ്പോൾ, അകത്ത് ചെടിച്ചട്ടിയിൽ വെക്കുമ്പോൾ അങ്ങനെ ചിലരൊക്കെ അങ്ങനെ കല്ലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. പക്ഷെ ഞാനങ്ങനെ ചെടിച്ചട്ടിക്കകത്ത് അങ്ങനെ കല്ലിട്ട് വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിലുള്ള ചെടികൾക്ക് മാത്രമേ ഈ കല്ലങ്ങനെ ഇട്ട് വെക്കാറുള്ളൂ. വെള്ളക്കല്ലുകളും കളറുള്ള കല്ലുകളൊക്കെ ഇടാറുള്ളൂ. അതുകൊണ്ട് കുറച്ച് കല്ല് മാത്രമേ ഞാനങ്ങനെ കടയിൽ നിന്ന് മേടിക്കാറുള്ളൂ. ആവശ്യത്തിന് മാത്രമേ മേടിക്കാറുള്ളൂ. കൂടുതലും മേടിച്ചിട്ട് ഞാൻ ചെടിച്ചട്ടി ഇടാത്തത് കൊണ്ട് അങ്ങനെ മേടിക്കാറുമില്ല. ഇതൊക്കെ എന്ത് നല്ല ഭംഗിയിലായിരിക്കുന്നതല്ലേ. എല്ലാം സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുപ്പികളും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ, കുപ്പികളെക്കുറിച്ച്. കുപ്പികളല്ല, ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഇട്ടേക്കുന്ന എൻ്റെ പോട്ട് കുറിച്ച് വീഡിയോ ഇട്ടായിരുന്നു. അപ്പം ഇത് സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളും പ്ലാസ്റ്റിക്കിൻ്റെ ഐസ്ക്രീം ഡപ്പകളൊക്കെയാണ്. പക്ഷേ എന്തൊരു ഭംഗി ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ തന്നെ അല്ലേ. നല്ല രസമുണ്ട്. എല്ലാം പോത്തോസും മണിപ്ലാന്റ് മറ്റേ ആ ചെടിയുടെ പേരെനിക്കറിയത്തില്ല. ഇങ്ങനെ നടുക്കൂടെ വെള്ള വരയുള്ളത്, എല്ലാത്തിനും പേരൊക്കെ മറന്നുപോയി ഇപ്പം കേട്ടോ. ഇതിപ്പോൾ ഒരാഴ്ച ഈ വാഷ് ബേസിൻ്റെ ഇവിടെ ഞാൻ ഈ ചെടി വെക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച വെളിയിലായിരിക്കും ഈ ചെടികളെല്ലാവേ. അങ്ങനത്തെ ചില പരിപാടികളുണ്ട്. ഒന്നിനും ഒരു സ്ഥിരതയില്ല എനിക്ക്. എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത്രയും ചെടി ഇവിടെ വെച്ചു, പിന്നെ അടുത്ത ആഴ്ച വേറെ ദിശയിലായിരിക്കും വെക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ നേരത്തെയൊക്കെ മുറിയിലൊക്കെ കൊണ്ട് വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ മുറി കൊണ്ട് വെക്കത്തില്ല. നമ്മുടെ ജിംബറൂട്ടൻ എല്ലാം എടുത്ത് താഴെക്കളയും. അത് കാരണം മുറി വെപ്പില്ല. പിന്നെ ഞാൻ അലമാരയുടെ മുകളിലും മുറിയിലൊക്കെ വെക്കാറുണ്ടായിരുന്നു. ഈ കസേര കയറി ഇറങ്ങിയും അങ്ങനെ എപ്പോഴും വെള്ളം മാറാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ മുറിയിൽ അലമാരയുടെ മുകളിലും വെക്കാറില്ല. ഇപ്പോൾ ഇവിടെ തന്നെയാണ് ഇതിരിക്കുന്നത്. പിന്നെ വെക്കാറ് വെളിയിൽ. നമുക്ക് സ്ഥലമുള്ള എല്ലായിടത്തും വെക്കുക. അതാണ് അടുക്കളയിലൊക്കെ വെക്കുക. അടുക്കളയിലും ഞാൻ വെക്കാറുണ്ട്. ഇതിപ്പോൾ ഇവിടെ മാത്രം വെച്ചിരിക്കുന്നത് ഞാൻ എടുത്ത് കാണിക്കുന്നതേ ഉള്ളേ. ജിംറൂട്ടിന് ഈ ഭാഗത്ത് അങ്ങനെ കൈ എത്തത്തില്ല. അത് കാരണം ധൈര്യമായിട്ട് ഇവിടെ എത്ര വേണേലും ചെടി വെക്കാം. വേറെ നമ്മുടെ ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് കാണിക്കും. ഭരണിക്കകത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് നേരെ വെളിയിലോട്ട് പോകും. കുറച്ച് സൂര്യപ്രകാശമൊക്കെ കിട്ടി പിന്നെ എന്തെങ്കിലും
തണ്ടോ വല്ലതും അളിഞ്ഞു പോയോ എന്നൊക്കെ നോക്കി മാറ്റാൻ വേണ്ടി അടുത്ത ആഴ്ച ഇത് വെളിയിലോട്ട് പോകും. ഒരു 3 വർഷത്തിലേറെയായേ ഇവിടെ കുറച്ച് ചിത്രശലഭങ്ങൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അത് അന്നത്തെ എൻ്റെ നേരം പോക്കായിരുന്നേ. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വക പരിപാടികളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവരും. ഓക്കെ, ഇതെൻ്റെ CC പ്ലാന്റ് ആണ്, വെറുതെ കാണിച്ചെന്നേ ഉള്ളേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.